പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് നന്ദി പറയുവിൻ, കാരണം അവിടുന്ന് നല്ലവനാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളുടെ റിട്രീറ്റ് ശരിക്കും ഉറക്കമൊക്കെ നന്നായിട്ട് മിസ്സായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഞാൻ ശരിക്കും ഇന്ന് പ്രഭാതത്തിൽ ബലിയർപ്പിച്ചു, ഇടവപ്പള്ളിയിൽ ബലിയർപ്പിച്ചു. ഇന്ന് നമുക്ക് അഭിഷേക ആരാധന, പരിശുദ്ധ കുർബാന, കയ്യൊപ്പ് ശുശ്രൂഷ, കുട്ടികൾക്ക് അങ്ങനെ പൈതൃകമായ ഉപദേശം നൽകുന്ന ഒരു ദിനമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം കേട്ടോ. പല കുട്ടികളും ശരിക്കും അവരുടെയും ആന്തരികമായ സംഘർഷങ്ങളും അസ്വസ്ഥതകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ശക്തമായിട്ട് ബലിയർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, കുട്ടികളെ ട്രെയിൻ ചെയ്യുക, കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളത് അത് ഒരു കലയാണ്, അതൊരു കൃപയാണ്. കല എന്നതിനേക്കാളും വലിയ ഒരു കൃപയാണ്. ആ കൃപയ്ക്ക് വേണ്ടി കൂടി മാതാപിതാക്കളൊന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഈ കുട്ടികളെ ഓരോരുത്തരും യുണീക്കാണ് സഹോദരങ്ങൾ. ഓരോ രീതിയിലാണ് ഓരോ കുട്ടികളെയും തിരിപ്പിക്കേണ്ടത്, ഓരോ രീതിയിലാണ്. അപ്പോൾ കൃപ കിട്ടിയില്ലെങ്കിലും മാതാപിതാക്കളെ ഇവറ്റങ്ങൾ നമുക്ക് എളുപ്പമായിരിക്കില്ല, നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കുന്ന മാതാപിതാക്കൾ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കർത്താവ് ഇവറ്റങ്ങളെ ഒന്ന് ടെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കാട്ടാനേന്ന് നാട്ടാനയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഈ ടെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് മാതാപിതാക്കളൊന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 2 മക്കബായർ 6:12. മക്കബായരുടെ പുസ്തകം അറിയാമല്ലോ, ഒരുപാട് പീഡനങ്ങൾ യഹൂദർ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല, നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവിടുത്തെ നേതൃത്വം പറയാണ്, മക്കളെ, ഒന്നിനു പുറകുന്നായി പീഡകളും ദുരിതങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നിങ്ങൾ ഭഗ്നാശരാകരുത്. അത് നമ്മുടെ ശിക്ഷണത്തിനായിട്ട് ദൈവമായ കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, കൊണ്ടുവരുന്നതാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പ്രിയ സഹോദരങ്ങളെ അവരുടെ നേതൃത്വം പറയുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. ചിലപ്പോഴൊക്കെ ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ചെറിയൊരു തോൽവി, നമ്മൾ പഠിക്കാതെ തോൽക്കേണ്ട കാര്യമല്ല പറയുന്നത്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു, അന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ പോണ സമയത്ത് വയറിളക്കം, എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ എല്ലാം പഠിച്ചു, നമ്മളുടെ പ്രിയപ്പെട്ട ആരോ മരിച്ചുപോയി, എന്തു ചെയ്യാൻ പറ്റും? അപ്പോൾ ചില പരാജയങ്ങൾ, പ്രിയ സഹോദരങ്ങളെ, ഞാൻ കുട്ടികളോട് പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു പോയിൻ്റാണത്. നമ്മൾ ശരിക്കും മനസ്സ് മടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഒരു ആത്മശക്തി നമുക്ക് ഉണ്ടാകാനായിട്ട് നമ്മൾ മക്കളെ ആഗ്രഹിക്കണം, അതിനായിട്ട് പ്രാർത്ഥിക്കണം. ഞാനൊരു പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ട് അവർക്ക്. നമ്മളുടെ ആത്മശക്തിയെ ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയ അഗ്നിയെ ഇറങ്ങി വാ. അതുണ്ട്. അപ്പം അതുകൊണ്ട് ആത്മശക്തി, സ്വർഗത്തിൻ്റെ അഗ്നിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളെ പിന്നെ പ്രത്യേകമായിട്ട് ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളിത് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യമൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ഞാൻ പലരുടെയും എൻ്റെ കോണ്ടാക്റ്റ് ഉള്ളവരുടെയൊക്കെ ചിലപ്പോൾ വാട്സപ്പിൽ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ പലരും അതിൽ സ്റ്റാറ്റസിലിട്ടുള്ളത്, അങ്ങനെ പലരും ഗ്രൂപ്പുകൾക്കൊക്കെ ആയിട്ട് 10, 50, 70 പേരുടെയൊക്കെ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുന്നുള്ള കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളതിനെ പ്രതി ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.